അവനെ ഓർത്ത് നിങ്ങൾ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? അവൻ നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. അവനെ ഇപ്പൊ ഗതികെട്ടാ ഇങ്ങോട്ട് വന്ന് കേറിയിരിക്കുന്നത്. നിങ്ങൾ അതും കൂടി ഒന്ന് ആലോചിക്കണം. ഇവിടെ വന്ന് എത്ര വെല്ലുവിളിച്ചിട്ട് പോയതാ അവനും അവന്റെ ആ പെണ്ണുമ്പിള്ളയും. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നിങ്ങളുടെ അനിയൻ തോറ്റ് നിങ്ങളുടെ കാൽക്കൽ വന്ന് വീഴണമെന്ന്? അവൻ വീണ് കിടക്കുന്നിടത്തിട്ട് ചവിട്ടുന്ന തെറ്റല്ലേ ചിത്രേ? ചവിട്ടേണ്ട അടുത്ത് ചവിട്ടി തന്നെ നിൽക്കണം, എന്നാലേ നിക്കാൻ പറ്റൂ. അവന്റെ പെണ്ണുമ്പിള്ള അവനെ ചവിട്ടിയിട്ടല്ലേ ചെറുപ്പക്കാര് പിള്ളേരുടെ കൂടെ കറങ്ങി നടന്നത്, ഇപ്പോഴും കറങ്ങി നടക്കുന്നതും. ഇനി അവനായിട്ട് അവളെ ചവിട്ടി പുറത്താക്കണം, അതും ലീഗലി. അവൻ വക്കീലിനെ വെച്ചത് പോരെങ്കിൽ നമുക്ക് നല്ലൊരു വക്കീലിനെ വെച്ചു കൊടുക്കാം. അവനതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതെ, അവര് കോടതിയില് വലിയ മെയിന്റനൻസ് ഒക്കെ ചോദിക്കും. അത് കൊടുക്കാതിരിക്കാനുള്ള വഴി നമ്മൾ നോക്കണം. അല്ലാതെ ഈ വീടും തറവാടും എല്ലാം കൂടി വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടാലേ വളർന്നു വരുന്ന 2 പിള്ളേരുടെ കാര്യം പറഞ്ഞ് കോടതി അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. കുട്ടികളെ എന്തായിരുന്നാലും നമുക്ക് വേണമല്ലോ. ആർക്ക് വേണമെന്ന്? എടി അവന്റെ കുഞ്ഞുങ്ങളല്ലയോടി, അതുങ്ങൾ ഇവിടെയല്ലേ വളരേണ്ടേ? ഈ വീട്ടിൽ തന്നെ ലോടി കളിക്കണ്ടേ? ഇതാ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ തല ചേറാണെന്ന്. നമ്മൾ എന്തിനാ ആ ബാധ്യത ചുമക്കുന്നത്? അവൾക്ക് പിള്ളേരെ വേണമെങ്കിൽ അവൾ ചുമന്നോളൂ. സിനിമയായിട്ട് ചുറ്റിയടിച്ച് നടക്കുന്നവന് കുടുംബം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവള് നോക്കിക്കോളൂ എല്ലാ കാര്യങ്ങളും.